ഈ വീക്കിൽ നമ്മൾ ഗോൾഡിന്റെ ബ്രേക്ക് ഡൗൺ ആണ് ചെയ്യാൻ പോകുന്നത്. അതായത് പ്രീ മാർക്കറ്റ് അനലൈസ് എങ്ങനെയാണ് നമ്മൾ ഈ വീക്കിൽ ട്രേഡ് ചെയ്യുക, എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് നമ്മൾ എപ്പോഴും വീക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ തുടങ്ങാറ് മന്ത്ലി ബേസ് ആണ്. സോ നമുക്കറിയാം മന്ത്ലി ബേസ് ഫസ്റ്റ് നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് മാർക്കറ്റ് സ്ട്രക്ചർ ആണ്. സോ മാർക്കറ്റ് സ്ട്രക്ചർ നോക്കുമ്പോൾ നമുക്ക് മന്ത്ലി ഒരു കാര്യം ക്ലിയർ ആയിട്ട് അറിയാം. മാർക്കറ്റ് ഒരു ബുള്ളിഷ് സ്ട്രക്ചർ ആണ് അല്ലേ. ഇവിടെ നമുക്ക് മാർക്കറ്റ് ഹൈ ഫോം ചെയ്തിട്ടുണ്ട്, ലോ ഫോം ചെയ്തിട്ടുണ്ട്, ഹൈ ഫോം ചെയ്തിട്ടുണ്ട്, ലോ ഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു നല്ലൊരു ഇമ്പൾസീവ് റണ്ണ് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എപ്പോഴും നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ്, വൺസ് ഒരു ഇമ്പൾസീവ് റണ്ണ് കറക്റ്റ് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് കറക്ഷൻ ചെയ്തിട്ടാണ് പിന്നെ ഒരു ഇമ്പൾസീവ് റണ്ണ് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ അതിൽ നമുക്കൊരു കാര്യം എന്താ മനസ്സിലായത്, മാർക്കറ്റ് ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഇനി വേണമെങ്കിൽ ഒരു കറക്ഷൻ വരാം എന്നുള്ളത് അല്ലേ. സോ മന്ത്ലി ബേസ് നമുക്കറിയാം മാർക്കറ്റ് നല്ല രീതിക്ക് ഒരു 1 to 2 years, അതായത് നമുക്കറിയാം ഈ ഒരു ഇമ്പൾസീവ് റണ്ണ് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, 2023 സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് നല്ല രീതിക്ക്, അതായത് 26, അതായത് കഴിഞ്ഞ 3 വർഷം ഗോൾഡ് നല്ല ഇമ്പൾസീവ് ആയിട്ടുള്ള റണ്ണാണ്. സോ നമുക്ക് ഇപ്പോഴും മാർക്കറ്റിന്റെ സ്ട്രക്ചർ ഒന്നും മന്ത്ലി ബേസ് ചേഞ്ച് ചെയ്തിട്ടില്ല. ഇനി നമുക്ക് എപ്പോഴും നമ്മൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഫൈൻഡ് ചെയ്യേണ്ടത് ഫസ്റ്റ് ഒരു എക്സ്റ്റേണൽ മാർക്കറ്റ് സ്ട്രക്ചറിന് നമ്മൾ എന്ത് ചെയ്യും, അതിനെ ഇന്റേണൽ മാർക്കറ്റ് സ്ട്രക്ചറിലൂടെ റീഡ് ചെയ്യാൻ ശ്രമിക്കും. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ട്, എക്സ്റ്റേണൽ മാർക്കറ്റ് സ്ട്രക്ചർ ബുള്ളിഷ് ആണ്. ഇനി ഇന്റേണൽ മാർക്കറ്റ് സ്ട്രക്ചറിലാണ് നമുക്ക് വേണ്ടത്, കാരണം നമ്മൾ ഡേ വൈസ് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണ്. കാരണം ഇതിപ്പോൾ നമ്മൾ സിമ്പിൾ ആയിട്ട് കാര്യം മനസ്സിലായി, ഇവിടെ നമ്മൾ എക്സ്റ്റേണൽ മാർക്കറ്റ് സ്ട്രക്ചർ എന്തുണ്ട്, ബുള്ളിഷ് ആണ് അല്ലേ. ഇനി നമ്മൾ ഇതിന്റെ ഒരു ചെറിയൊരു ഇന്റേണൽ സ്ട്രക്ചർ ഇവിടെ നോക്കുമ്പോൾ അവിടെ ഒരു ഹൈ ഉണ്ട്, ഒരു ലോ ഉണ്ട്, ഒരു ഹൈ ഉണ്ട്, ഒരു ലോ ഉണ്ട്, ഇവിടെ ഒരു ഇമ്പൾസീവ് റൺ നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലെവലിൽ മാർക്കറ്റ് എത്തുക എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ദിവസം കൊണ്ട് പോസിബിൾ അല്ല. നമ്മൾ ഇൻട്രാഡേ ട്രേഡേഴ്സ് ആണല്ലോ. അപ്പൊ നമുക്ക് അതിന്റെ ഉള്ളിലുള്ള ഇന്റേണൽ ട്രേഡ്സ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലോവർ ടൈം ഫ്രെയിം ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഇപ്പൊ നമ്മൾ ഈ മന്ത്ലി ഒരു ബുള്ളി സ്ട്രക്ചർ നമ്മൾ എന്ത് ചെയ്തു, വീക്ക്ലിയിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഓക്കെ, വീക്കിലി ഷിഫ്റ്റ് ചെയ്ത സമയത്ത് നമുക്ക് സ്ട്രക്ചേഴ്സ് ഒന്നും കൂടെ ചെറുതായിട്ട് നമുക്കൊരു ഇന്റേണൽ മാർക്കറ്റ് സ്ട്രക്ചർ ഫോം ചെയ്തല്ലേ. എന്താ സംഭവിച്ചത്, ഇവിടെ ഒരു ഹൈ വന്നു, ഇവിടെ ഒരു ലോ വന്നു, നെക്സ്റ്റ് ഒരു ഹൈ വന്നു, ലോ വന്നു, ഹൈ വന്നു, ലോ വന്നു, ഹൈ വന്നു, ചെറിയ ലോ വന്നു, ഒരു ഹൈ വന്നു, ഇവിടുന്ന് ഒരു കറക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സ്റ്റിൽ മാർക്കറ്റ് എന്താണ്, ബുള്ളിഷ് സ്ട്രക്ചർ ആണ്. അപ്പോൾ നമുക്കറിയാം എന്താ സംഭവിച്ചത്, മന്ത്ലി ബുള്ളിഷ് ആണ്, വീക്കിലി ബുള്ളിഷ് ആണ് അല്ലേ. സോ രണ്ട് ടൈം ഫ്രെയിമിൽ നമുക്ക് എന്താണ്, ബുള്ളിഷ് സ്ട്രക്ചർ, മാർക്കറ്റ് അപ് ട്രെൻഡാ പോകുന്നത്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് വരാൻ പോകുന്നു. ഇപ്പോൾ വീക്കിലി ബേസിലോട്ട് നമുക്ക് വരുന്ന സമയത്ത് ഈ ഒരു റിജക്ഷൻസ് നമുക്ക് നോക്കാം. ഓക്കെ, ഇതൊരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിരുന്നു നമുക്കുള്ളത്. ഫസ്റ്റ് റിജക്ഷൻ സംഭവിച്ചത് ഇവിടെ നിന്ന് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ലെവലിൽ ടാപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് ബുള്ളിഷ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്കറിയാം അടുത്തൊരു റേഞ്ച് എന്ന് പറയുന്നത്, മാർക്കറ്റിന്റെ ഡിമാൻഡ് സോൺ എന്ന് പറയുന്നത് ഇവിടെ ഒരു ഏരിയ ഉണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട്. സോ ഈ ഒരു ലെവലിൽ മാർക്കറ്റ് ടാപ്പ് ചെയ്തു, ഇവിടുത്തെ അതായത് ഈ ഒരു ലോന്റെ ലിക്വിഡിറ്റി എടുത്ത് ഇവിടെ ടാപ്പ് ചെയ്തു, മാർക്കറ്റ് ഒരു ബുള്ളിഷ് റൺ നടത്തിയിട്ടുണ്ട്. ഓക്കെ, സോ ആ ഒരു സമയത്ത് ഇപ്പൊ നമ്മൾ ഈ ഒരു ടാപ്പ് ചെയ്തപ്പോൾ നമുക്ക് ഒരു കാര്യം കൂടെ നോക്കേണ്ടതുണ്ട്, മാർക്കറ്റ് എങ്ങനെയാണ് ഇത് ടാപ്പ് ചെയ്തതെന്നുള്ളത്. നല്ല സ്ട്രോങ് വോളിയം, ഇവിടെ ഒരു സെല്ലിംഗ് വോളിയം വന്നു, ചെറിയൊരു ഇമ്പൾസീവ് വോളിയം വന്നു, വീണ്ടും ചെറിയൊരു കറക്ഷൻ ആയിട്ട് ഈ ലെവലിലോട്ട് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് SNR ലെവൽസ് നമുക്ക് ഫൈൻഡ് ചെയ്യാം. സോ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു മാർക്കറ്റ് സ്ട്രക്ചർ ഒക്കെ നോക്കുന്ന സമയത്ത് ഇവിടെയാണ് ഒരു ഹൈനെ ബ്രേക്ക് ചെയ്ത് പോയത് അല്ലേ. ഇതാണല്ലോ നമുക്ക് മാർക്കറ്റ് ഒരു ഹൈ ബ്രേക്ക് ചെയ്തത്, സെയിം ലെവലിൽ എന്ത് ചെയ്തു, മാർക്കറ്റ് റീട്രേസ്മെന്റ് ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു പ്രൈസ്, ഇത് ഏതാണ് 4533 എന്ന് പറയുന്നത് പ്രൈസ് ഇവിടെ എടുത്തിട്ടുണ്ട്. സോ ഈ ഒരു ഇമ്പൾസീവ് റണ്ണ് നടത്തിയതിന്റെ പിന്നീടുള്ള സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ് അല്ലെ. ഇവിടുന്ന് മാർക്കറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ മാർക്കറ്റ് എന്തെങ്കിലും റിജക്ഷൻ ആണ്, ഓക്കെ, ഇവിടുന്ന് മാർക്കറ്റ് എന്ത് ചെയ്തു, റിജക്ട് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഇനി വീക്ക്ലി ബേസ് വരുന്ന സമയത്ത് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാണ്ട്, ഒന്ന് ഈ ഒരു പ്രൈസിലോട്ട് വേണമെങ്കിൽ മാർക്കറ്റിന് എത്താം. ഇവിടെ ഒരു ഇന്റേണൽ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് 4081 എന്ന് പറയുന്ന പ്രൈസിലോട്ടും വീക്ക്ലി ബേസ് എത്തിയിട്ട് ഒരു റിജക്ഷൻ നമുക്ക് ഈ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ്, ഈ ഒരു ഡിമാൻഡ് സോൺ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം, ഒരു റിജക്ഷൻ ഇവിടുന്ന് വന്ന് മാർക്കറ്റിന് വീക്ക്ലി ബേസ് റിജക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ലെവലിലോട്ട് തന്നെ മാർക്കറ്റിന്റെ ഒരു ബുള്ളിഷ് റണ്ണ് നമുക്ക് കണ്ടിന്യൂഷൻ ചെയ്യാം. നമുക്ക് സ്വിംഗ് ട്രേഡ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്കും ഇന്ത്യൻ മാർക്കറ്റിലൊക്കെ ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്കൊക്കെ ഈ ഒരു ചാർട്ട്സ് യൂസ് ചെയ്യാം. നമുക്ക് നല്ല രീതിക്ക് എങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം, ഗോൾഡിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ആൾക്കാർക്കൊക്കെ ഈ ഒരു ചാർട്ട്സ് നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ഇൻട്രാഡേ ട്രേഡിംഗിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ നെക്സ്റ്റ് കാര്യം മനസ്സിലാക്കേണ്ടത്, സ്റ്റിൽ വീക്കിലി ബുള്ളിഷാണ്, മന്ത്ലി ബുള്ളിഷാണ്, ഡെയിലിയിലോട്ട് വരാം. ഓക്കെ, ഡെയിലിയിൽ വരുന്ന സമയത്ത് ഇവിടെ നമുക്ക് മാർക്കറ്റ് സ്ട്രക്ചർ നോക്കുന്ന സമയത്ത് എങ്ങനെയാണ് വരുന്നത്, നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മാർക്കറ്റിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്, ഇവിടെ നമ്മൾ ഇന്റേണൽ മാർക്കറ്റ് സ്ട്രക്ചർ വീണ്ടും ഫോം ആയി അല്ലേ. ഹൈ വീണ്ടും വന്നു, ലോ വന്നു, നെക്സ്റ്റ് ഹൈ വന്നു, ലോ വന്നു, വീണ്ടും നെക്സ്റ്റ് ഹൈ വന്നു അല്ലേ. സോ ആ ഒരു ഏരിയയിലൊക്കെ നമുക്ക് മാർക്കറ്റ് ബുള്ളിഷാണ്. ഇവിടെ വന്നാൽ നമുക്ക് എന്താ മനസ്സിലായത്, ചെറിയ ഒരു സപ്പോർട്ടിന് ബ്രേക്ക് ഔട്ട് ഒന്നും നടന്നിട്ടില്ല. ഈ ഒരു ലിക്വിഡിറ്റിന്റെ അവിടെയാണ് മാർക്കറ്റ് എന്താ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് ചെറിയൊരു കറക്ഷൻ വന്നു അല്ലേ. എന്നിട്ടോ ഇനി നമ്മൾ പറഞ്ഞ പോലെ തന്നെ വീക്കും മന്തും ബുള്ളിഷാണ്, ഇനി ഡെയിലിയാണ് നോക്കുന്നത്. അപ്പൊ ഡെയിലിയിലോട്ട് വരുന്ന സമയത്ത് ഇവിടെ നമ്മൾ നെക്സ്റ്റ് കാര്യം നോക്കുന്നത്, ഇതൊരു ഡിമാൻഡ് സോൺ ആണ്. ഈ ഒരു ലെവല് ഒരു ഡിമാൻഡ് സോൺ ആണ്. അപ്പോൾ ഇവിടെ ഓൾറെഡി നമുക്കറിയാം ഒരു സപ്പോർട്ടർ റെസിസ്റ്റൻസ് ഒക്കെ നോക്കുന്ന സമയത്ത് ഈ ഒരു റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് പോയി ഇവിടെ ടാപ്പ് ചെയ്തു, ഒരു ബോഡി ബ്രേക്ക് മേലേക്ക് വന്നു. പക്ഷേ മാർക്കറ്റ് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഈ ഒരു ലെവലിനെ മാർക്കറ്റിന് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അവിടുന്ന് മാർക്കറ്റ് വീണ്ടും ഫാൾ ആവുന്നു.
വീണ്ടും സെയിം ലെവലിൽ വരുന്നു, ഒരു ബോഡി മുകളിലോട്ട് വരുന്നു, ബയേഴ്സ് വരുന്നു, പക്ഷെ ബോഡി എന്താണ്, വീക്കാണ്, ബയേഴ്സിന്റെ ഓർഡർ വീക്കായി. നെക്സ്റ്റ് എന്ത് ചെയ്തു, സെൽ മൊമെന്റം സെയിം താഴോട്ട് ഇതിനെ ബ്രേക്ക് ചെയ്തു അല്ലെ. ഇവിടെ നിന്ന് വീണ്ടും എന്താ സംഭവിക്കുന്നത്, ബോഡി മുകളിലോട്ട് ബ്രേക്ക് ചെയ്യുന്നു. ഇനി നമുക്ക് ഡെയിലിയിൽ വരുന്ന സമയത്ത് ഈ ഒരു സെക്ഷൻ നോക്കാം, ഇവിടെ ഉണ്ടാവുന്ന ഈ ഒരു ഏരിയ, ഇവിടെ എന്താ സംഭവിച്ചത്, ഇവിടെ ഒരു സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്തിരുന്നില്ലേ മാർക്കറ്റ്. ഈ സപ്പോർട്ടിനെ മാർക്കറ്റ് എന്ത് ചെയ്തു, താഴോട്ട് ബ്രേക്ക് ചെയ്തു അല്ലെ, ഈ ലെവലിലോട്ട് ബ്രേക്ക് ചെയ്തു. എന്നിട്ട് നെക്സ്റ്റ് ക്യാൻഡിൽ എന്താ സംഭവിക്കുന്നത്, ഈ സപ്പോർട്ട് പിന്നെ റെസിസ്റ്റൻസ് ആയി മാറുകയാണ്, മാർക്കറ്റ് ഇതിന് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു ഡേ വൈസ് ക്യാൻഡിൽ ഇവിടെ ബ്രേക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് റീട്രേസ്മെന്റ് വന്നിട്ട് മാർക്കറ്റ് വീണ്ടും ഒരു അപ് ട്രെൻഡിലോട്ട് നമുക്ക് എന്ത് ചെയ്യായിരുന്നു, ബൈ ചെയ്യായിരുന്നു ഇതുവരെ മാർക്കറ്റ് ഈ ഒരു 4737 എന്ന് പറയുന്ന പ്രൈസ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അത് ഇവിടെ സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു ഫ്രഷ് ലെവൽ ഉണ്ട് നമുക്ക് ഈ ഒരു സപ്പോർട്ടിൽ. ഈ ഒരു ഫ്രഷ് ലെവലിന് ഒരു പ്രത്യേകത ഉണ്ട്. മാർക്കറ്റ് എന്താ സംഭവിച്ചത്, ഇവിടെ ഉള്ള ലിക്വിഡിറ്റിനെ മാർക്കറ്റ്, ഈ ഒരു ലിക്വിഡിറ്റിനെ മാർക്കറ്റ് എന്താണ് ഇവിടെ സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഈ സ്വീപ്പ് ചെയ്ത ക്യാൻഡിലിനെ ഇവിടെ സ്വീപ്പ് ചെയ്തിട്ടുണ്ട്, ഇതിനൊക്കെ ഇവിടെ മാർക്കറ്റ് സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇപ്പൊ നമുക്ക് ചെറിയൊരു ഏരിയ ബ്രേക്ക് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇത് ബ്രേക്ക് ചെയ്താൽ നമുക്ക് വീണ്ടും ഇവിടുന്ന് ബൈ ചെയ്യാം മാർക്കറ്റ് ഡെയിലി ബേസ്. നാളെ ഒരു ദിവസം അടുത്ത ക്യാൻഡിൽ വന്നിട്ട് ഒരു നെക്സ്റ്റ് ഒരു ബൈ ക്യാൻഡിൽ വന്ന് ഇതിനെവിടെ ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് ക്ലോസ് ആയി വിചാരിക്കാം. മറ്റന്നാൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ലെവലിൽ നമുക്ക് ബൈസ് ചെയ്യാം. അതിന്റെ ഇപ്പോൾ താഴത്തെ സ്റ്റോപ്പ് ലൂസ് ഒക്കെ വെക്കാം. നമുക്ക് മുകളിൽ ഒരു ക്ലീൻ ഇൻഎഫിഷ്യൻ മാർക്കറ്റ് ഉണ്ട്. ഇവിടൊക്കെ മാർക്കറ്റ് എന്തുണ്ട്, ഫില്ല് ചെയ്യേണ്ട ഏരിയാസ് ഉണ്ട്. ഇതൊക്കെ മാർക്കറ്റിനെ ഫില്ല് ചെയ്യേണ്ട ഏരിയാസ് ഉണ്ട്. ടിൽ നമുക്ക് അങ്ങനെ ഡേ വൈസ് നാളത്തെ മൺഡേ ഡേ വൈസ് മുകളിൽ അങ്ങനെ ക്ലോസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ലോവർ ടൈം ഫ്രെയിം ഈ ഒരു ലെവലിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് ഇവിടുന്ന് ബൈ ചെയ്യാം. ഇനി നമുക്ക് സെല്ല് ചെയ്യേണ്ട കാര്യങ്ങൾ, മാർക്കറ്റ് ഇനി താഴോട്ട് വരാമെന്ന് വിചാരിക്കുക. ഇനി നാളെ ഇൻ കേസ് മാർക്കറ്റ് ഈ ലെവലിൽ താഴോട്ടാണ് ക്ലോസ് ചെയ്തെന്ന് വിചാരിക്കുക. അങ്ങനെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, സെല്ലിലോട്ട് പോകണം. സെല്ലിലോട്ട് പോണ സമയത്ത് ഡെയിലി വൈസിന്റെ ഈ ഒരു ലോ ഇതുവരെ ടെസ്റ്റ് ചെയ്യാത്ത ഒരു ഏരിയയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, മാർക്കറ്റ് ഈ ഒരു ഏരിയ വന്നിട്ട് ഇങ്ങോട്ട് റീട്രേസ്മെന്റ്, അതായത് 4479-80 റേഞ്ച് താഴോട്ട് ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്യാന്നുണ്ടെങ്കിൽ, ഡെയിലി വൈസ് ക്ലോസ് ചെയ്യാന്നുണ്ടെങ്കിൽ മറ്റന്നാൾ തൊട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ സെയിം പ്രൈസിൽ 4480 റീട്രേസ്മെന്റ് വരുന്ന സമയത്ത്, അതായത് 4479 താഴോട്ട് ക്ലോസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ എങ്ങനെ ആയാലും ഒരു 4440-30 റേഞ്ചിലാവും ക്ലോസ് ആവുക. അപ്പോൾ ഒരു 30-40 പോയിന്റ് മേലോട്ട് റീട്രേസ്മെന്റ് എന്നാൽ ഇവിടെ നമുക്കൊരു സെൽ എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ടിൽ ഏത് വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം, 4379 ഈ ഒരു ഏരിയ 79-50 ആ ഒരു റേഞ്ചിലോട്ട് വരെ നമുക്ക് മാർക്കറ്റ് ഈ ഒരു ഏരിയ ഫില്ല് ചെയ്യാൻ നോക്കാം. ഇനി 4 അവർ നമ്മൾ നാളത്തെ മാർക്കറ്റ് ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഹയർ ടൈം ഫ്രെയിമിൽ ലോവർ ടൈം ഫ്രെയിമിലോട്ട് ഷിഫ്റ്റ് ചെയ്യണം. അപ്പോൾ 4 അവർ വന്ന സമയത്ത് വീണ്ടും നമുക്ക് എന്ത് തോന്നുന്നു, ഇന്റേണലി മാർക്കറ്റ് സ്ട്രക്ചേഴ്സ് മാറിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു കാര്യം സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം, ഒരു 4 അവറിൽ നമ്മളൊരു ക്യാൻഡിലാണിത്. ഈ 4 അവറിനെ ഇനിയിപ്പോൾ നമ്മളൊരു 5 മിനിറ്റ് നോക്കി കഴിഞ്ഞാൽ ഈ 4 അവറിന്റെ ഹൈ ഇവിടെ ഉണ്ട്, ലോ ഇവിടെ ഉണ്ട് അല്ലേ. അപ്പോൾ 5 മിനിറ്റ്സിലോട്ട് നമ്മൾ ഇത് ഷിഫ്റ്റ് ചെയ്ത മാർക്കറ്റ് എങ്ങനെ മൂവ് ചെയ്യുക, ഹൈ വരും, ലോ വരും, ഹൈ വരും, ലോ വരും, ഹൈ വരും, ലോ വരും, ഹൈ വരും. അപ്പോൾ ഇതൊരു സ്ട്രക്ചർ ആണല്ലോ, ഇതിനാണ് നമ്മൾ ഇന്റേണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്റ്റേണൽ നോക്കിയാൽ ഈ ഒരു ക്യാൻഡിലും. ഓക്കെ, സോ നമുക്കറിയാം 4 മണിക്കൂറിനുള്ളിൽ ഒരുപാട് 5 മിനിറ്റ് ഉണ്ട് അല്ലേ. അപ്പോൾ മാർക്കറ്റിന് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ 4 അവർ വന്ന സമയത്ത് 4 അവർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4 അവറിന്റെ ഒരു ഫ്രഷ് ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ലെവലുണ്ട്. ഈ ഒരു ലെവൽ പ്രത്യേകത, ഞാൻ ഇവിടുന്ന് ബൈ ആഡ് ചെയ്യാൻ പോകുന്ന ഒരു ലെവലാണ് ഈ ഒരു സൈഡ്. ഈ ഒരു ലെവലിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് നമുക്ക് കുറെ ഇന്റേണൽ ലിക്വിഡിറ്റീസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ നമുക്കറിയാം ഈ ഒരു ഏരിയത്തെ ലിക്വിഡിറ്റി എന്തുണ്ട്, മാർക്കറ്റിന് സ്വീപ്പ് ചെയ്യേണ്ടതുണ്ട്. അതിനോടൊപ്പം തന്നെ നമുക്ക് എന്ത് വേണം, ഇവിടെ മാർക്കറ്റ് ഇവിടെ വരുന്ന സമയത്ത് ഈ ഒരു ഫ്രഷ് ലെവലിൽ വരുന്ന സമയത്ത് ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ട് അല്ലേ, ഇവിടെ ഈ ഒരു സപ്പോർട്ട് ഉണ്ട്. നെക്സ്റ്റ് നാളത്തെ ഒരു 4 അവർ ക്യാൻഡിൽ ക്ലോസ് നിന്ന് നമുക്ക് ഏത് വരെ ചെയ്യാം, ഇവിടെ ഈ ഒരു ലിക്വിഡിറ്റീസ് ഒക്കെ മാർക്കറ്റ് സ്വീപ്പ് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഒക്കെ ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നാളത്തെ ഏരിയ തന്നെ നമുക്ക് ബൈ ചെയ്യുമ്പോൾ നമുക്ക് ഇതൊരു ബൈ ചെയ്യേണ്ട ഏരിയ കൺസിഡർ ചെയ്യാം. ഓക്കെ, കാരണം എന്താ, ഇത്രയും താഴോട്ട് നാളെ മാർക്കറ്റ് എത്തില്ല എന്നറിയാം. 4300 സംതിങ് ആണ് റേഞ്ച് നിൽക്കുന്നത്. അത്രയും താഴോട്ട് എത്തണമെങ്കിൽ ഹൈ വോളിയം നടക്കണം. എത്തില്ല എന്നുള്ളതല്ല, ഗോൾഡാണ്. നമുക്ക് ഒരു സിംഗിൾ ക്യാൻഡിലൊക്കെ 300 പോയിന്റ് ഫാളായ ദിവസങ്ങളുണ്ട്. എന്നിരുന്നാലും നമുക്കൊരു സ്ലോ ആൻഡ് സ്റ്റഡി എന്നുള്ള രീതിയിൽ പോകാന്നുണ്ടെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു 4 അവറിന്റെ സപ്പോർട്ട് എടുക്കുന്നത് 4482 ആണ്. അപ്പോൾ നാളെ ഏഷ്യൻ മാർക്കറ്റിലൊക്കെ ട്രേഡ് ചെയ്യുന്ന ട്രേഡേഴ്സ് ആണ് ഫസ്റ്റ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്. അപ്പോൾ ഈ ലെവലും കുറച്ച് സ്ട്രോങ് എന്ന് പറയാനുള്ള റീസൺ ഈ 2 ലിക്വിഡിറ്റീസ് ആണ് 4 അവറിന്റെ. അപ്പോൾ മാർക്കറ്റ് എന്ത് ചെയ്യും, ഇവിടെ നമുക്ക് ഈ ഒരു 4482 എന്ന് പറയുന്ന പ്രൈസിൽ വന്ന് ടാപ്പ് ചെയ്ത് ഒന്ന് കറക്ഷൻ ചെയ്യാൻ ഹൈ പോസിബിലിറ്റീസ് ഉണ്ട് ഏഷ്യൻ മാർക്കറ്റ്. എന്നിട്ടായിരിക്കും മാർക്കറ്റ് ഇനി എന്തെങ്കിലും ലണ്ടൻ മാർക്കറ്റിൽ ഫാൾ ആവുന്നത് ഈ ഒരു പ്രൈസ് ആവും. അങ്ങനെ ഫാൾ ആവുകയെന്നുണ്ടെങ്കിൽ 4518 എന്ന് പറയുന്ന പ്രൈസ് ആയിരിക്കും. അപ്പോൾ ഇനി 1 അവറിലോട്ട് ഷിഫ്റ്റ് ചെയ്താൽ നമുക്ക് ഒന്നും കൂടെ അതൊക്കെ സ്ട്രക്ചർ ഒക്കെ മനസ്സിലാവും. 1 അവർ ഉണ്ട്, ഇവിടെ ഒരു ഫ്രഷ് ഈ ഒരു ഏരിയത്തൊക്കെ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത ഒരു ഏരിയ ഉണ്ട്. ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് ഈ 1 അവറിന്റെ ഈ ഒരു ലെവലാണ്. നമുക്ക് ഒന്നും കൂടെ 50 മിനിറ്റ്സ് ഒക്കെ ഇട്ട് നോക്കിയാൽ കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, 50 മിനിറ്റ്സിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് ഇത് ഇവിടെയാണ്. ഓക്കെ, സോ ഇതൊരു ബൈ സോൺ ആക്കാൻ നിൽക്കുന്ന നാളെ. ഇനിയിപ്പോൾ നാളെ ഏഷ്യൻ സെഷനിൽ ഈ ഒരു ട്രേഡ് ഇല്ല, ന്യൂയോർക്കിലൊക്കെ മാർക്കറ്റ് ഇവിടെ സ്ട്രഗിൾ ചെയ്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് ബൈ കൺസിഡർ ചെയ്യുന്ന ഒരു സോണാണ് ഈ ഒരു ഡിമാൻഡ് സോൺ.
സോ അങ്ങനെ ഈ ഒരു ഡിമാൻഡ് സോൺ ഞാൻ കൺസിഡർ ചെയ്യുകയാണ്. ഇവിടെ നിന്ന് എന്തെങ്കിലും റിജക്ഷൻ തരാന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നീട് ഞാൻ നോക്കുന്നത് ഹൈ എന്ന് പറയുന്നത് ഈ ഒരു ലെവലിലോട്ടായിരിക്കും മാർക്കറ്റ് ടാർഗറ്റ് നോക്കുന്നത്. ഈ ഒരു ലെവലിൽ നിന്ന് വന്ന് മാർക്കറ്റ് ഇവിടെ നിന്ന് എന്തെങ്കിലും സ്ട്രക്ചർ റിയാക്ഷൻ ഒക്കെ തന്ന് ഒരു ക്യാൻഡിൽ കൺഫർമേഷൻ ഒക്കെ തന്നാൽ ഞാൻ സ്റ്റിൽ ഈ ഒരു ഏരിയയിലോട്ടായിരിക്കും ബൈ നോക്കുന്നത്. സോ നമുക്ക് ഒന്നും കൂടെ സോണിനെ ഒന്ന് റിഫൈൻ ചെയ്യാം. ഓക്കെ, ഇതാണ് സോണിൽ നിൽക്കുന്നത്. ബൈയിങ് പ്രൈസ് വരുന്നത്, ബൈയിങ് പ്രൈസ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നത് 4482.50 ആ ഒരു റേഞ്ചാണ്. സോ ഇവിടെ നമുക്ക് ഒരു ഇന്റേണൽ ഏരിയാസ് ഉണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എന്തുണ്ട്, ഈ ഒരു റിയാക്ഷൻ തന്ന് ഈ ഒരു ഹൈനൊക്കെ ബ്രേക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ഏരിയനെ എടുക്കും. നമുക്ക് ജസ്റ്റ് ഇത് ഏതൊക്കെ സെഷൻസിൽ ക്രിയേറ്റ് ചെയ്ത ഹൈസ് നോക്കാം. ഓക്കെ, ഇവിടെ ഏഷ്യന്റെ ഹൈസ് കിടക്കുന്നുണ്ട്, ഇവിടെ ഈ ഒരു ഇൻബാലൻസ് കിടക്കുന്നുണ്ട്. ഇതൊക്കെ മാർക്കറ്റിനെ പുഷ് ചെയ്യാനുള്ള ഏരിയ ആണ്. അപ്പോൾ നാളെ നമുക്ക് മാർക്കറ്റ് ഒരു ഏഷ്യൻ മാർക്കറ്റ് ഈ ഒരു ലെവലിൽ നിന്ന് വന്ന് ഇവിടെ എന്തെങ്കിലും റിജക്ഷൻ തന്നു, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഒരു ഏഷ്യന്റെ ഒരു ലോ ഇതിന്റെ ഉള്ളിൽ നിന്ന് തന്നെ സ്വീപ്പ് ചെയ്തു എന്ന് വിചാരിക്കുക. അതുപോലെ ഞാൻ വേറൊരു കാര്യം കൂടെ നോക്കും. ഇൻ കേസ് എനിക്ക് ഇവിടെ നിന്ന് ഒരു SL അടിച്ചെന്ന് വിചാരിക്കുക, ഓർ മാർക്കറ്റ് എന്ത് ചെയ്തു, ഒരു പുഷ് വന്ന് താഴോട്ട് ലിക്വിഡിറ്റി സ്വീപ്പ് നടന്നു, എന്നിട്ടും ക്യാൻഡിൽ മുകളിലോട്ടാണ് ക്ലോസ് വരുന്നത് വിചാരിക്കാം. അതായത് ഏത് മിനിറ്റ് ടൈം 15 മിനിറ്റ്സിൽ അങ്ങനെ ഒരു സ്വീപ്പ് നടന്നൊരു 15 മിനിറ്റ്സിൽ മേലോട്ട് ഒരു ബോഡി ബ്രേക്ക് ക്യാൻഡിൽ ഫോം ചെയ്താൽ ഞാൻ അവിടുന്ന് വീണ്ടും ഞാൻ ബൈ ചെയ്യും. ടിൽ ഏത് ലൈൻ വരെ, ഈ ഒരു പ്രൈസ് വരെ, അതായത് 4527 എന്ന് പറയുന്ന പ്രൈസ് വരെ. നമുക്ക് അത്യാവശ്യം ടാർഗറ്റ് എടുക്കാം. 4450 അല്ലേ, അറൗണ്ട് 30-50 പോയിന്റിന്റെ അടുത്തോളം നമുക്ക് ടാർഗറ്റ് എടുക്കാം. സോ ഇതുപോലെ ഗോൾഡിന്റെ മാർക്കറ്റ് ബ്രേക്ക് ഡൗൺസും പോസ്റ്റ് മാർക്കറ്റും ട്രേഡ് ബ്രേക്ക് ഡൗൺസും ഒക്കെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ നിർബന്ധമായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഓൺ ചെയ്ത് വെക്കുക. സോ താങ്ക് യു.